നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും മനസ്സിൽ വല്ലാതെ പ്രയാസപ്പെടുന്ന രംഗങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലേ? എന്നാൽ അത്തരം പ്രയാസങ്ങൾ വരുന്ന സമയത്ത് ആ പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു തരുന്നത്. എനിക്ക് തന്നെ ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ദിക്ർ ചൊല്ലിയതിലൂടെ. ഏതാണ് ആ ദിക്ർ, എങ്ങനെയാണ് ആ ദിക്ർ ചൊല്ലേണ്ടത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും തീർത്തു തരുമാറാകട്ടെ. ആമീൻ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വല്ലാതെ ടെൻഷൻ വരുന്ന അവസ്ഥയുണ്ടാവാറുണ്ട്. പല ആളുകൾക്കും അനുഭവമുണ്ടാകും. ആ സമയങ്ങളിലൊക്കെ നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം താൻ പ്രബോധനം ചെയ്തിരുന്ന നാട്ടിൽ നിന്ന് ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിച്ച് അവർ ഇസ്ലാമിലേക്ക് വളരെ തുച്ഛം ആളുകൾ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ കൂടുതൽ പ്രബോധനം ചെയ്തിട്ട് ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നില്ലല്ലോ എന്ന മനപ്രയാസം കാരണം ആ നാട് വിട്ടുകൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് കപ്പൽ മാർഗം യാത്ര പോവുകയും അങ്ങനെ വഴിയിൽ വെച്ചുകൊണ്ട് ആ കപ്പലിൽ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാമിനെ ആ കപ്പലിൽ നിന്ന് കടലിലേക്ക് എറിഞ്ഞ സംഭവം നമുക്കറിയാം. ആ സമയത്ത് കടലിൽ വെച്ചുകൊണ്ട് യൂനുസ് നബി അലൈഹിസ്സലാമിന് വലിയ ഒരു മത്സ്യം വിഴുങ്ങുകയും ആ മത്സ്യത്തിന്റെ വയറ്റിലിരുന്നു കൊണ്ട് യൂനുസ് നബി അലൈഹിസ്സലാം ചൊല്ലിയ സിക്റുണ്ട്. നമുക്കൊക്കെ അറിയുന്ന സിക്റാണത്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. സ്ക്രീനിൽ കാണുന്ന ആ സിക്ർ അത് നമുക്കറിയാവുന്ന സിക്റാണ്. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം ആ ദിക്ർ ചൊല്ലിയ കാരണമായി കൊണ്ടാണ് ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് മഹാനവർകൾ രക്ഷപ്പെട്ടത് എന്ന് ചരിത്രങ്ങളിലും ഹദീസുകളിലും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് വളരെയധികം പ്രയാസപ്പെടുന്ന സമയത്ത് എനിക്ക് തന്നെ ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാനസികമായി കൊണ്ട് ചില പ്രയാസങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ പഠനവും പഠിപ്പിക്കലും അതുപോലെ തന്നെ നമ്മുടെ ജോലിയും മറ്റുമൊക്കെ ആയിക്കൊണ്ട് ചില സമയത്ത് നമുക്ക് ടെൻഷനാവും. നമുക്ക് പല ബുദ്ധിമുട്ടുകൾ നമുക്ക് വരും. എനിക്ക് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഓരോരുത്തർക്കും ആ ജോലിയുമായി ബന്ധപ്പെട്ട ടെൻഷനുകൾ ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും, ബുദ്ധിമുട്ടുകൾ വരും. ആ സമയത്തൊക്കെ നമ്മൾ ഈ ദിക്റിനെ ഒന്ന് ചൊല്ലി നോക്കൂ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നുള്ള ആ ദിക്റിനെ നാം ധാരാളമായി ചൊല്ലിയാൽ നമുക്ക് ആ ടെൻഷൻ അകന്നു പോവുകയും ഒരു സമാധാനം നമ്മുടെ മനസ്സിലേക്ക് കൈവരിക്കാനും കഴിയും. നമുക്ക് അറിയുന്ന മഹാന്മാർ ധാരാളം ഉണ്ടാകും. നാം എപ്പോഴും സിയാറത്ത് ചെയ്യുന്ന മഹാന്മാരും ഉണ്ടാകും. അവരുടെയൊക്കെ ഹളറത്തിലേക്ക് ഒരു ഫാത്തിഹ ഓതിയിട്ട് മുത്തുനബിയുടെ പേരിൽ ആദ്യം ഒരു ഫാത്തിഹ ഓതി, അശറത്തുൽ മുബശ്ശിരീങ്ങളുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതി, നാം എപ്പോഴും സിയാറത്ത് ചെയ്യുന്ന മഹാന്മാരിലേക്ക് ഒരു ഫാത്തിഹ ഓതി, നമ്മുടെ മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പാപ്പമാർ, ഉമ്മാമ്മമാർ, മാതാപിതാക്കൾ മരണപ്പെട്ടവരാണെങ്കിൽ അവരുടെ ഹളറത്തിലേക്ക് ഒരു ഫാത്തിഹ ഓതിയിട്ട് ഈ ദിക്ർ നാം ധാരാളമായി ചൊല്ലിക്കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഒരു ധൈര്യം വരികയും ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരികയും ചെയ്യും. ഒരുപാട് ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത് അനുഭവമുണ്ട് ഈ ദിക്ർ. ഈ രൂപത്തിൽ ചൊല്ലിയാൽ നിങ്ങൾക്കും നിങ്ങളുടെ പ്രയാസങ്ങൾ അകന്നു പോകുന്നത് കാണാൻ കഴിയും. സാമ്പത്തികമായി ഞെരുക്കത്തിൽ അകപ്പെട്ടവരുണ്ട്. അവരുടെ മനസ്സിന് താളം തെറ്റുന്ന സമയത്ത് ഈ ദിക്ർ നിങ്ങൾ ധാരാളമായി ചൊല്ലി നോക്കൂ. നിങ്ങൾക്ക് അതിൽ നിന്നുള്ള ഒരു റിലീഫ്, രക്ഷപ്പെടാനുള്ള ഒരു മോചനം, ഒരു വഴി നിങ്ങൾക്ക് കാണിച്ചു തരും, നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതുപോലെ തന്നെ ഗർഭിണികളായിരിക്കുന്ന സ്ത്രീകൾ, സുഖപ്രസവം ആഗ്രഹിക്കുന്ന സ്ത്രീകൾ ഈ ദിക്റിനെ ധാരാളമായി ചൊല്ലുക. ഇങ്ങനെ ഓരോ പ്രയാസത്തിലകപ്പെട്ടവർ, കടക്കണിയിൽ കുടുങ്ങി
പ്രയാസപ്പെട്ടുകൊണ്ട് ബുദ്ധിമുട്ടാകുന്ന ആളുകൾ ഈ കടം വീടാനുള്ള വഴികൾ എനിക്ക് തുറന്നു കിട്ടണമെന്ന ഉദ്ദേശത്തോടുകൂടി ഈ ദിക്റിനെ നിങ്ങൾ ദിവസവും ധാരാളമായി ചൊല്ലി നോക്കൂ. നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും ഈ ദിക്റിന്റെ മഹത്വം. അത്രയും വലിയ പവർഫുള്ളുള്ള ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നുള്ളതായിരിക്കുന്ന ദിക്ർ. അപ്പോൾ ഈ ദിക്റിനെ ധാരാളമായി നമ്മുടെ ജീവിതത്തിൽ നാം ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക, ശ്രദ്ധിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും അല്ലാഹു തആല തീർത്തു തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വീഡിയോക്ക് നിങ്ങൾ ഒരു ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഈ അറിവിനെ നിങ്ങളൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ദുആ വസിയത്തും കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.